ഹായ് കൂട്ടുകാരെ, ഞാനൊരു നല്ലൊരു അടിപൊളി മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നാത്തൂൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോയോളം വരും ഈ മീൻ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്നൊക്കെ, ഇത് ചുവന്നുള്ളി ഒരു 10-15 കഷ്ണം, വെളുത്തുള്ളി ഒരു കുടം, ഇത് പച്ചമുളക് 2 എണ്ണം, ഇഞ്ചി കുറച്ച് ചെറിയ കഷ്ണം, കുടംപുളി കീറിയത് 5 കഷ്ണം, കറിവേപ്പില, പിന്നെ അതിൻ്റെ കൂടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത് ഒരു മുറി തേങ്ങ പിഴിഞ്ഞ പാലാണ്, തേങ്ങാപ്പാൽ നല്ല കട്ടിക്കെടുത്ത തേങ്ങാപ്പാലാണ്. ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഉള്ളിയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരുപാടൊന്നും വഴന്നൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതൊരു ഗ്രൈൻഡറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ അതെല്ലാം ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തണുക്കട്ടെ. തണുക്കുമ്പോൾ നമുക്കിതൊന്ന് ഒന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ എണ്ണ ഇങ്ങനെ ചൂടായി തന്നെ കിടക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിടാം. അതോടൊപ്പം 2 പച്ചമുളക്, ആ പച്ചമുളക് വെച്ചിരുന്ന് പറഞ്ഞാൽ നന്നായിട്ട് കീറിയിട്ടത് ആ പുളിയും കൂടെ നമുക്കിട്ടൊന്ന് വഴറ്റാം. കുറച്ച് കറിവേപ്പിലയും നന്നായിട്ട് വഴറ്റട്ടെ. പുളിയൊക്കെ ഒരു നന്നായിട്ട് മുരിഞ്ഞ് വരുന്നൊരു നല്ലൊരു മണം വരും. പുളിയൊക്കെ നല്ല എണ്ണയിൽ കിടന്ന് നന്നായിട്ടിതായി ഒരു നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ചേർത്തിട്ട് ഒന്നുകൂടെ വഴറ്റുക. വെള്ളം കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കാര്യം ഒരു കാരണവശാലും ഇതിൽ ഡയറക്റ്റ് നമ്മൾ മുളക് പൊടി ഒന്നും ഇടരുത്. മഞ്ഞൾപ്പൊടി നമുക്കിടാം, പക്ഷെ മുളക് പൊടി ഒരിക്കലും ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടരുത്, അത് കരിഞ്ഞു പോകും. നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ മുളക് പൊടിയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. ഞാൻ 3.5 സ്പൂൺ മുളക് പൊടി ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റാം നമുക്ക്. വഴറ്റിയിട്ട് അതിൻ്റെ എണ്ണയൊന്ന് തെളിയട്ടെ. എണ്ണ തെളിയാനൊരു കുറച്ച് ഇതുണ്ടെന്ന്, നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മുളക് നല്ലപോലെ എണ്ണയിൽ കിടന്നൊന്ന് തെളിയട്ടെ. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ഇവിടെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. കാര്യം നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുള്ളൂ. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയെ ഞാൻ ചേർക്കുന്നുള്ളൂ. 1.5-2 സ്പൂൺ, അതിനപ്പുറത്തേക്ക് വേണ്ട. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടെ, ഉലുവാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്താൽ മതി, തീരെ കുറച്ച്.
വെച്ചെടുത്തിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരും. നല്ലപോലെ എണ്ണ തെളിയുമ്പോൾ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാവുള്ളൂ. ഇവിടെ കിടന്ന് എണ്ണ തെളിയട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് തണുത്ത് കാണും. നമുക്കതൊന്ന് സ്മാഷ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ആ സ്മാഷ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിലേക്ക് ചേർക്കാം. അതും കൂടെ ഇതിനകത്തൊന്ന് വഴറ്റിയെടുക്കാം. ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ നമുക്കിതിനകത്ത് ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പൊഴിക്കാം. ഞാൻ ഉപ്പുനീരാണ് എടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളുണ്ട്. എല്ലാവരും ഇതിൻ്റെ ഗ്രേവി തിളച്ച് കഴിയുമ്പോഴാണ് മീൻ കഷ്ണം ഇടുന്നത്. ഞാൻ അങ്ങനെയല്ല. ഇങ്ങനെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഇരുന്നാലും ഒക്കെ നല്ലൊരു ടേസ്റ്റിലേക്ക് വരും. ഇതൊന്ന് അരപ്പിലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേവിയായിട്ടൊന്ന് പൊതിഞ്ഞിരിക്കട്ടെ. നമുക്കിതൊരു 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് മീനിൻ്റെ എന്തൊക്കെ ആ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മീനൊന്നും ഉടഞ്ഞൊന്നും പോകത്തില്ല. കാരണം പുളിക്കകത്ത് കിടക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈ മീനൊന്നും ഉടയില്ല. നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുകയേ ചെയ്യാവുള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. ഇതിന് മീനൊന്ന് തിളച്ച് കഴിയുമ്പോൾ, മീൻ കറി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ചട്ടി ഒന്ന് കറക്കി കൊടുക്കുക. എന്നുവെച്ചാൽ കറക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പുമൊക്കെ നോക്കാം. ഓക്കെ. ഒരു കാരണവശാലും ഇതിനകത്ത് നമ്മുടെ സ്പൂണിട്ട് ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ ഈ കഷ്ണമെല്ലാം ഇനി ഉടയും. ഇനി നമ്മൾ ഈ വെള്ളം ഒഴിച്ചേക്കുന്നത് കൊണ്ട് ഇനി ഉടയും. അപ്പോൾ ഈ തേങ്ങാപ്പാലിനകത്ത് അത് കിടന്ന് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കത് കുറച്ചൊന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം. നമുക്ക് നമ്മുടെ മീൻകറി എന്തായെന്നൊന്ന് നോക്കാമല്ലോ. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു കാരണവശാലും ഇതിനകത്ത് സ്പൂൺ ഇടരുത്. കൈകൊണ്ട് ജസ്റ്റ് ചട്ടിയൊന്ന് പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് മാത്രം വയ്ക്കുക. കറി തണുത്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് തവി ഇടാവുള്ളൂ. അല്ലാതെ തവി ഇടാൻ ശ്രമിക്കരുത്. ഓക്കെ. നമുക്കിതൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഇതിൻ്റെ ഒന്ന് എണ്ണയൊന്ന് തെളിയട്ടെ. നമുക്ക് ഇത് തുറന്ന് വയ്ക്കാം. ഞാൻ ഉപ്പൊക്കെ നോക്കി. എൻ്റെ മീൻകറിക്ക് ഉപ്പും പുളിയെല്ലാം ഉണ്ട്. നിങ്ങളും അത് കറക്റ്റാക്കി ഈ ഒരു സമയത്തെ നമ്മൾ ഉപ്പും പുളിയും നോക്കാവുള്ളൂ. അതിന് മുമ്പേ തവി സ്പൂൺ ഇടുവോ ഒന്നും ചെയ്യരുത്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. കുറച്ചുകൂടെ ഒന്ന് എണ്ണ തുറന്ന് വെക്കുമ്പോൾ തന്നെ ആ എണ്ണയെല്ലാം തെളിഞ്ഞ് വരും.
അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ മീൻകറി ഏകദേശം ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. കാര്യം അതിൻ്റെ ഓയിലൊക്കെ തെളിഞ്ഞ് നല്ല നന്നായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കാം. എപ്പോഴും അടപ്പ് വെച്ച് അടയ്ക്കുമ്പം നമ്മൾ ആ മൂടി ഒരു സ്വല്പം ഒന്ന് തുറന്നിരിക്കുന്ന രീതിയിലേ വെക്കാമുള്ളൂ. അപ്പോഴേ ആ എണ്ണ നല്ലപോലെ തെളിഞ്ഞ് നല്ലൊരു രീതിയിലേക്ക് വരുള്ളൂ. അപ്പം നോക്കൂട്ടാരെ, നമ്മുടെ മീൻകറി ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്കിതിലൊരു കഷ്ണം ഒന്ന് എടുത്ത് നോക്കാം. ഇതിനകത്ത് ഉടഞ്ഞു പോവോ വല്ലതും ചെയ്യുമോ എന്നുള്ളതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഒരു കഷ്ണം പോലും ഇതിനകത്ത് ഉടഞ്ഞിട്ടില്ല, ഒന്നുമില്ല. നമ്മൾ ആ പുളിയിൽ അത് കിടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഉടഞ്ഞൊന്നും പോകില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് ഒരു കാരണവശാലും ഈ മീൻ ഉടയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ദേ നോക്ക്, നന്നായിട്ടിരിപ്പുണ്ട് ഈ മീൻകറി. ഒരു രക്ഷയില്ല കേട്ടോ. അത്ര നല്ല ടേസ്റ്റി, പുളിയും എരിവും എല്ലാം ഉള്ള കപ്പയ്ക്കായാലും എന്തിനു വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളെയൊക്കെ കാണിച്ചു തന്നേക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.